ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഭാര്യ എന്ന് എഴുതും. അതൊരു രസകരമാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് അത് ആ റിലേഷന്റെ കാര്യം വരുമ്പോൾ അതൊന്നും പ്രശ്നമുണ്ട്. പരിചയമില്ലാത്ത ആളെ കാണുമ്പോൾ അവിടെ തടിച്ചു പോയിട്ട് ഇത് തടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃത്തികേടാണ്. അത് ബോഡി ഷേമിംഗ്. സ്വാതന്ത്ര്യമാണ്. സോ ഇങ്ങനെ ബോഡി ഷേമിങ്ങിനെ നമ്മുടെ ക്ലോസ് ആളുകളുടെ ഇടയിൽ നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബോഡി ഷേമിംഗ് സംഭവിക്കുന്നത് രണ്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണെന്ന് കരുതി അതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാകുന്നില്ല. തമാശയുടെ പേരിലും ബോണ്ടിങ്ങിന്റെ പേരിലും ബോഡി ഷേമിങ്ങിനെ നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ഓവർ ടൈം ഒരാളുടെ സെൽഫ് എസ്റ്റീമിനും ബോഡി ഇമേജിനെയും ഒരാളുടെ മെന്റൽ ഹെൽത്തിനെയും വരെ അഫക്ട് ചെയ്യുന്നു എന്നതാണ്. ഇനി ബോഡി ഷേമിങ്ങിനെ ഒരു പോസിറ്റീവ് സെൻസിൽ കാണുന്ന ആളുകളോടാണ്, അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന ആളുകളോട്, അതായത് റിപ്പീറ്റഡ് ആയ ഒരാളെ ബോഡി ഷെയിം ചെയ്താൽ ഒരു പോയിന്റിന് ശേഷം അവർക്ക് അത് അഫക്ട് ചെയ്യാതെയാകും, അവർ സ്ട്രോങ് ആകും എന്ന് ചിന്തിക്കുന്ന ആളുകളോട്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് ഇമോഷണൽ നമ്പറിംഗ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഷെയിമിംഗ് മെസ്സേജസ് കേൾക്കുന്ന ഒരാളുടെ ബ്രെയിൻ ഇമോഷണലി ടേൺ ഔട്ട് ആവുന്നു. അവർക്ക് വിഷമം ഇല്ലാതാകുന്നു എന്നതല്ല, അവർക്കത് ഫീൽ ചെയ്യുക എന്നുള്ളത് കൂടുതൽ പെയിൻഫുൾ ആകുന്നു. ഇതൊരിക്കലും ഒരു സ്ട്രെങ്ത് അല്ല, ഇതൊരു ഡിഫൻസ് ഡിറ്റാച്ച്മെന്റ് ആണ്. ആസ് എ പാർട്ട് ഓഫ് ദ ഡിഫൻസ് മെക്കാനിസം അവരവരുടെ ഇമോഷനെ നമ്പ് ചെയ്യുന്നു. ഇത് അവരുടെ ബാക്കിയുള്ള ഇമോഷൻ എക്സ്പ്രസിംഗ് സ്കിൽസിനെയും അഫക്ട് ചെയ്തേക്കാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഇന്റേണലൈസ്ഡ് ബോഡി ഷെയിമിംഗ്. റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന ഈ മെസ്സേജസ് ഒരു പോയിന്റിൽ അവർ പൂർണ്ണമായും വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങും. ആൻഡ് ഇത് അവരിൽ ഞാൻ ഒരിക്കലും വർത്ത് അല്ല, എൻ്റെ ബോഡി ഇമേജിൽ പ്രോബ്ലംസ് ഉണ്ട്, കൂടാതെ ഡിപ്രഷൻ, ആൻസൈറ്റി, ഈറ്റിംഗ് ഡിസോർഡർ എന്നിങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും ഇവരിൽ വരാനായി സാധ്യതയുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഇസ് സൈലൻസ്. ഒരാൾ അയാളുടെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്തു അല്ലെങ്കിൽ ചിരിച്ചു തള്ളുന്നു എന്നതുകൊണ്ട് അയാൾ ഓക്കെയാണ്, അങ്ങനെയല്ല. പകരം അയാൾ അയാളുടെ വിഷമം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നതാണ്. ഒരാൾ നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്ന സമയത്ത് അത് സപ്രസ് ചെയ്ത് സഹിക്കാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്, നോ പറഞ്ഞ് റിയാക്ട് ചെയ്യാനാണ്.